കാര്യമൊന്നുമില്ല. പത്രത്തിലൊക്കെ കിടിലം വാർത്തകൾ. എന്റെ പൊന്നു ദൈവമേ, ഭർത്താവിനെ ഉപേക്ഷിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട കാമുകനുമായി ഒളിച്ചോടിയ യുവതി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ. അവക്കിത് വേണം. ഭർത്താവിനെ കളഞ്ഞിട്ട് വല്ലവരുടെ പോണ്ട വല്ല കാര്യമുണ്ട് ഇവിടെ പോലെ. ചരമകോളം നോക്കുമായിരിക്കും. അല്ലടി, പത്രത്തിൽ ചരമകോളം മാത്രമല്ല, വേറെ വാർത്തകളൊന്നും ഇല്ലേ? അല്ല, വിവരം കിട്ടുന്ന വാർത്ത നമ്മൾ നോക്കൂലല്ലോ, അതുകൊണ്ട് പറഞ്ഞു. അത് കറക്റ്റാ. നല്ല വിവരമുള്ളൊരു വാർത്തയാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. നിന്റെ അച്ഛന്റെ ഫോട്ടോ ചരമകോളത്തിലുണ്ടോന്ന്. നല്ല വിവരമുള്ള മനുഷ്യനാ. കുടുംബസ്വത്തിന്റെ ഓഹരി ഇന്ന് തരാന്ന് പറഞ്ഞാണ്. ഇന്നാലല്ലോ സംഭവം. വക്കീലെ ആൾക്കാരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ ഈ മന്ദബുദ്ധിയുടെ കളി വെച്ചോടെ ഇങ്ങനെ ഇരിക്കരുത്. നോക്കി അങ്ങോട്ട് നിൽക്കണം. പകുതി സ്വത്ത് നമ്മൾ അടിച്ചെടുക്കും. എടി, ഞാൻ ആരാ മോയ്? മൊത്തം എന്റെ കൈക്കൽ തന്നെ ഞാൻ കൊണ്ടുവരത്തില്ല അച്ഛനെ സോപ്പിട്ട്. പക്ഷേ ഈ സ്വത്തൊക്കെ ഭാഗം വെച്ച് കഴിയുമ്പോൾ നമ്മൾ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഭയങ്കര വിഷമം തോന്നുന്നത്. എന്റെ മനുഷ്യ, അച്ഛൻ ഈ വയസ്സാങ്കാലത്ത് ഇപ്പൊ എന്താ വേണ്ടേ? 4 നേരം ഭക്ഷണം മതി, കിടക്കാനൊരു കട്ടില് മതി, പിന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ അച്ഛന്റെ പ്രായത്തുള്ള കുറച്ച് കൂട്ടുകാർ. അതൊക്കെ നമ്മൾ സെറ്റപ്പായി കൊടുക്കില്ലേ? ചുരുക്കം പറഞ്ഞ വൃദ്ധസദനം. വൃദ്ധസദനമൊന്നുമല്ല, സ്നേഹ വീട്. പക്ഷേ എന്നാലും കാര്യങ്ങളെ കഴിയുമ്പോൾ നമ്മൾ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാണ് ഒരു ഭയങ്കര വിഷമം. എനിക്ക് അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളോ? എന്റെ കാര്യം ഓർക്കുമ്പോൾ വിഷമമൊന്നുമില്ലേ? ഞാനല്ല ചേട്ടന്റെ ഒരേ ഒരു ഭാര്യ. ചേട്ടനല്ലേ ഉള്ളൂ എനിക്ക് എന്റെ സങ്കടവും സന്തോഷമൊക്കെ പറയാൻ. അങ്ങനെ പറയല്ലേ ചേട്ടാ, ഞാനല്ലേ ചേട്ടന്റെ ഭാര്യ. ഇവൾ എന്നെ കൊണ്ടൊരു തൊട്ടില്ല കാശി ചെലവാക്കിക്കും. എന്തൊരാഗ്രഹം ആ പൊതി മനസ്സിൽ വെച്ചാൽ മതി. ഇതാ ആടക്കുന്നു. നീ അങ്ങോട്ട് കേറാൻ വലിയ പിടിച്ചു വലി. അതല്ല, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം റെഡിയായില്ലേ? അതെ, ഇപ്പൊ വക്കീലൊക്കെ വരും. ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ? എന്തോന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ? നിന്നെ കല്യാണം കഴിച്ച് അളിയൻ്റെ കൂടെ വിട്ടപ്പോ അച്ഛൻ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ത്രീധനം മൊത്തം തന്നല്ലേ വിട്ടത്. പിന്നെ ഇപ്പൊ എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ? എന്തോ ഇത്? വക്കീല് വരും, വക്കീല് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും, വക്കീല് പോകും. വീട്ടിന്റെ കാര്യം നോക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുറ പോലെ നടക്കും. എന്താ സംസാരിക്കാം? കുറെ നേരം കൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അതെന്തോ പറഞ്ഞത്? അളിയൻ എന്തോ പറഞ്ഞത്? ഞാനെന്തോ പറഞ്ഞത്? അളിയ വക്കീല് വരും, ഒപ്പിടും, എല്ലാം ഭാഗം വെക്കും, അങ്ങ് പോവും. പോട്ടെ. ബാക്കിയുള്ള കേസ് എങ്ങനെയാണ്? എന്താണ് ഈ ബാക്കിയുള്ള കേസ്? ഈ ഊണിന്റെ നമ്മള് ബീഫ് കൊടുക്കണോ, ചിക്കൻ കൊടുക്കണോ, അതോ മീൻ കൊടുക്കണോ? ഇതിനോട് ആർക്കും വേണ്ട. എല്ലാവർക്കും സ്വത്ത് വാങ്ങിച്ചാൽ മതി. വരുന്നവർക്ക് ആഹാരം അവർ കൊടുക്കും. കുക്കു പറ കുക്കു. നിങ്ങളിപ്പോ എവിടെ നിന്നത്? അവിടെ. പിന്നെ വലിയ വേറെ കാര്യം ചോദിക്കട്ടെ. നമ്മളെ കിഴക്കേ വശത്തെ പുരയിടത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായം വല്ല ഉണ്ടോ? മൂത്ത മോനെ എനിക്ക് അത് കിഴക്കപ്പുറത്തെ പുരയിടം കിടക്കുന്നത്. ആർക്ക്? എനിക്ക് മൂത്ത മോനെ. ആർക്ക്? ഒക്കുമിണ്ടല്ലേ? പൊത്തടി വാ, പൊത്തുവാ. കിഴക്കപ്പുറത്തെ പുരയിടം എനിക്കെന്ന് ഉണ്ട് കളിയാ. എന്തല്ലേ അങ്ങനെ എടുത്തോ? അതിന്റെ നടുക്കിക്കുന്ന വരിക്കപ്ലാവ് എനിക്ക് തരണം. ദൂരം പഴുത്ത ചക്ക നിൽക്കാന്ന് അറിയാമോ? നല്ല രുചിയുള്ള ചക്ക എടി കൊക്കു. നിങ്ങളിപ്പോ എവിടെ നിന്നത്? അവിടെ. അങ്ങനെല്ലാം ഇവിടെ നമ്മളാ ജംഗ്ഷനിലുള്ള 3 മുറി കടക്കുള്ളതാണ്. അച്ഛന്റെ പേരിലാണ് ഇരിക്കുന്ന. ഒരു കാര്യം ആ 3 മുറി കടയും അവിടുത്തെ 15 സെന്റ് നീ എടുത്തോ. മതി. അപ്പൊ പ്ലാവ് കളഞ്ഞപ്പോ നിനക്ക് സമാധാനമായ? പ്ലാവ വലുത് കളയാ വലുത്. കട തിന്നാൻ പറ്റുമോ? എടി, ഇപ്പൊ റോഡ് വികസനം വന്നോണ്ട് കല്ല് കടയുടെ നടുക്കട്ടേക്കാ മൊത്തം പുല്ല് പോവും. ഇതിന്റെ കാര്യം നോക്ക്, അവിടെ കിട്ടും മണ്ടായി. എന്താ നോക്കുന്നേ? എന്റെ വീടാ നോക്കിയത്. വീട് മാറി പോയോ ഒന്ന് നോക്കിയതാ ഞാൻ. ചായയില് ഹോർലിക്സ് വേണോ ബൂസ്റ്റ് വേണോ? വിഷം കലക്കാതിരുന്നാ മതിയായിരുന്നു. അനിയന്റെ കാര്യം ഓർത്ത് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു. കലക്കി തരാം ഞാൻ അങ്ങോട്ട്. എന്തോന്ന് ബൂസ്റ്റ്? അയ്യോ ഞാനേ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ പറഞ്ഞിട്ടില്ലേ കെട്ടി ചാടി കുടിക്കാൻ. ആ മരുമോളെ അപ്പം പറയുന്നത് ബൂസ്റ്റ് വേണോ ഹോർലിക്സ് വേണോ? സാരല്ലേ, പാകം വെപ്പ് കഴിഞ്ഞോട്ട് അവര് പൊക്കെ എടുത്ത് കിട്ടിയിട്ടോളൂ. ഞാൻ എന്തേ കാണണേ? എന്ത് നോക്കിയേട്ടാ, വക്കീലും നോക്കി. എന്തൊരു തേജസ് എന്റെ അച്ഛന്റെ മുഖത്ത്. ഭയങ്കര തേജസ്. ചുമ്മാ ഇല്ലടാ,
ഇന്ന് 2 ദിവസം മുമ്പേ ഉണ്ടല്ലോ ചുറ്റുപുള്ളി ശാസ്താക്ഷേത്രത്തിൽ തിരുമേനി ഒന്ന് ചോദിച്ചേ തിങ്കളാഴ്ച ഫ്രീ ആവുന്നു. എന്തിനാച്ചാ അമ്പലത്തിൽ വിഗ്രഹം മാറ്റാൻ പോകുന്നത് എന്റെ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു. പകരം നല്ല തേജസ്സല്ലേ. പിന്നെ മോനെ എനിക്ക് തേജസ് മാത്രമുള്ളൂ, ബാക്കിൽ പ്രഭയുണ്ടോ? ഓ ആക്കിയതാണോ? എന്തോ എന്നെ ആക്കിയതല്ലേ? ആക്കിയതല്ലേ? എന്നെ ആക്കിയതല്ലേ? അച്ഛൻ എന്നോട് അങ്ങനെ പറയാൻ കൊള്ളാമോ അച്ഛാ? ഞാൻ അച്ഛൻ്റെ ഒരു മോന്റെ ഭാര്യയല്ലേ അച്ഛാ? എന്റെ അച്ഛനെ പോലെയല്ല ഞാൻ അച്ഛനെ അച്ഛനല്ലേ അച്ഛാ? എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്ന അച്ഛാ? ഞാനല്ലേ അച്ഛൻ്റെ അച്ഛാ? ഏതച്ഛനാ ഞാൻ? ലാസ്റ്റ് ഒരു അച്ഛൻ പറഞ്ഞില്ലേ, അതായിരുന്നു അച്ഛൻ.